സാർ ഓക്കെ സാർ. പോലീസിൽ പിന്നെ എല്ലാ ഒരു പോസ്റ്റിങ് പ്രൊമോഷനുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. പക്ഷെ ആദ്യമായിട്ട് ഫയർഫോഴ്സിലെ DG ആയിട്ട് ചാർജ് എടുക്കുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ജോലി ചെയ്തിട്ടില്ല, കൂടുതൽ അറിവില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ്, ജനങ്ങളെ സേവിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഒരു വലിയ ഒരു പ്രിവിലേജ് ആയിട്ട് തന്നെ കൂട്ടുന്നു. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതിനെ നല്ല രീതിയിൽ മുമ്പിലോട്ട് കൊണ്ടുപോകാനും ഇതിനെ മോഡേണൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആയിട്ട് ഇപ്പം ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അത് ആലോചിച്ചിട്ട് എങ്ങനെയൊക്കെ രീതിയിൽ നല്ല പ്രവർത്തനം ഇവിടെ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തുന്നതായി. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എല്ലാ സ്റ്റെപ്സും എടുക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫയർഫോഴ്സ് മോഡേണൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസാസ്റ്റേഴ്സ് മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി മോഡേണൈസ് ചെയ്യാനും അതിനെ മുമ്പിലോട്ട് കൊണ്ടുപോകാനും എല്ലാവിധ ശ്രമവും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അപ്പം താങ്ക് യു. ഓക്കെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.